അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായി. നിങ്ങൾ നിരീക്ഷിച്ചോളൂ. ഇവിടെ ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി, പ്രത്യേകിച്ച് നമുക്കറിയാം 13, 14 നൂറ്റാണ്ടുകൾ, ആ നൂറ്റാണ്ടുകളിൽ ഇവിടെ നടന്ന 2 നൂറ്റാണ്ടുകാലം നീണ്ടുനിന്ന കുരിശുയുദ്ധം. ആ കുരിശുയുദ്ധത്തിൽ 200 കൊല്ലക്കാലം മുസ്ലിം സമൂഹം കുരിശുപടയോട് പോരാടിയിട്ട് അവസാനം നിരവധി രാഷ്ട്രങ്ങൾ നഷ്ടപ്പെട്ടും അവസാനം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചും മുസ്ലിം സമുദായം രണ്ടാമതൊരു നവജാഗരണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോ മുസ്ലിം സമുദായം വിശ്വാസപരമായി മാത്രം ഉയർന്നു വരാൻ കഴിയുന്ന ഒരു സാഹചര്യം അവരുടെ മുന്നിലുണ്ടായപ്പോൾ എല്ലാവിധ ഭൗതികമായ പ്രതിസന്ധിക്ക് മുന്നിലും തലയുയർത്തി ഇജ്ജത്തോടെ മുസ്ലിം സമുദായം നിന്നപ്പോൾ മുസ്ലിം സമുദായത്തെ തകർക്കുവാൻ വേണ്ടി കുരിശുയുദ്ധത്തിന്റെ അനന്തരഫലമായി ഇവിടെയുണ്ടായ മിഷനറി സംഘടനകൾ, മിഷനറി പ്രവർത്തകർ, ആ മിഷനറി പ്രവർത്തകർ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശക്തമായ പരിശ്രമം നടത്തിയ ഒരു കാലം. ആ സമയത്ത് ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് മുഹമ്മദ് നബിയെ ആക്ഷേപിച്ച് വിശുദ്ധ ഖുർആനിനെ ആക്ഷേപിച്ച് വിശുദ്ധ ഇസ്ലാമിനെ അപഹസിച്ചുകൊണ്ട് ഈ കൊച്ചു കേരളത്തിന്റെ മുക്കുമൂലയിലടക്കം വിശുദ്ധ ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ടും അപഹസിച്ചുകൊണ്ടും മിഷനറി പ്രവർത്തകന്മാർ കടന്നു വന്നപ്പോൾ ഉത്ബുദ്ധരായ അല്ലാഹുവിന്റെ ദീനെ സ്നേഹിക്കുന്ന സ്വാർത്ഥികരായ പണ്ഡിതന്മാർ രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങളെ പോലെയുള്ള നവോത്ഥാന നായകന്മാർ രംഗത്ത് വന്നു. മിഷനറി പ്രവർത്തകന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീചമായ നടപടിക്കെതിരെ അദ്ദേഹം ഒരു കൈയിൽ ഖുർആനും മറുകൈയിൽ ബൈബിളും ഉയർത്തിക്കൊണ്ട് പടപൊരുതി. ഇല്ലേ, സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ ക്രൈസ്തവ പാദ്രിമാർ ഇസ്ലാമിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ വാദപ്രതിവാദങ്ങളിലൂടെ, ഖണ്ഡന പ്രഭാഷണങ്ങളിലൂടെ, പുസ്തകരചനയിലൂടെ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന മിഷനറികൾക്കെതിരെ ശക്തമായി പോരടിച്ചപ്പോ അന്നും സിയോണിസ്റ്റ് ശക്തികൾ മുസ്ലിം സമുദായത്തിന്റെ മുന്നിലേക്ക് ഇറക്കിയത് സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും പച്ചക്കൊടി കാണിക്കുന്ന പൗരോഹിത്യത്തെയായിരുന്നു. അതുകൊണ്ടാണ് ആ സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ അങ്ങനെ പടയോട്ടം നടത്തിക്കൊണ്ടിരുന്നപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സയ്യിദ് സനാഉല്ലാഹ് എന്ന് പറയുന്ന ആള് കാഫിറാണെന്നാ പറഞ്ഞത്. സയ്യിദ് സനാഉല്ലാഹ് കാഫിറാണ്, പിന്നെ പ്രശ്നമില്ലല്ലോ, മുസ്ലിം അല്ല, കാഫിറാണെന്ന് പറഞ്ഞു സയ്യിദ് സനാഉല്ലാഹ്. സയ്യിദ് സനാഉല്ലാഹ് മക്തി തങ്ങൾ ഒരു പാദ്രിയുമായി വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേജിൽ വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ സംഭാവനയോ വേണ്ട രൂപത്തിൽ ശരിക്ക് വിലയിരുത്തപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 18ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്റ്റേറ്റ് സ്പോൺസേർഡായി ക്രിസ്തുമത പ്രചാരണം ആരംഭിച്ച സമയത്ത് അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിന്റെ ജീർണാവസ്ഥയെ മുതലെടുത്തുകൊണ്ട് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന മനുഷ്യൻ, മഹാപണ്ഡിതൻ, അദ്ദേഹം ആര്യസമാജം എന്ന സ്ഥാപനമുണ്ടാക്കുകയും മുസ്ലിങ്ങളെ ഹൈന്ദവവൽക്കരിക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി നദിയിൽ മുക്കി ഹൈന്ദവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സംഘമുണ്ടാക്കുകയും അതിന് തന്നെ ശുദ്ധി സംസ്ഥാനം എന്ന പേരിൽ ഒരു പ്രത്യേകമായി ഇതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക വിങ് രൂപീകരിക്കുകയെല്ലാം ചെയ്ത സമയത്ത് ബ്രിട്ടീഷുകാർ ഉള്ള മുസ്ലിങ്ങളെ ശിഥിലീകരിക്കുവാൻ വേണ്ടി അവർ രൂപം കൊടുത്ത മെയ്ഡ് ഇൻ ബ്രിട്ടൻ ആയിട്ടുള്ള ഒരു പ്രവാചകൻ അവതരിപ്പിച്ച സമയത്ത് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന പ്രവാചകൻ, പടച്ചോന്റെ അടുത്തുനിന്നുള്ള വഹിയല്ല, ബ്രിട്ടൻ എന്ന് വഹി കിട്ടിയിട്ടുള്ള പ്രവാചകൻ അവതരിപ്പിച്ച സമയത്ത് ഈ 3 ഇസ്ലാം വിരുദ്ധ ശക്തികൾക്കെതിരെയും ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ എഴുന്നേറ്റ് നിന്ന ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. നമ്മൾ ആ പണ്ഡിതനെ പോലും മറന്നു, കാലം കുറയൊന്നും ആയിട്ടില്ല. സയ്യിദ് സനാഉല്ലാഹ് അമൃതസരി എന്നായിരുന്നു ആ പണ്ഡിതന്റെ പേര്. നമുക്കറിയാമോ പണ്ഡിതനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സയ്യിദ് സനാഉല്ലാഹ് അമൃതസരി എന്ന പണ്ഡിതൻ ഈ 3 തരത്തിലുള്ള ഇസ്ലാം വിരുദ്ധ ലോബികൾക്കെതിരെയും ശബ്ദിച്ചു എന്ന കാരണത്താൽ മാത്രമല്ല അദ്ദേഹം വിസ്മരിക്കപ്പെട്ടത്, മറിച്ച് അതോടൊപ്പം തന്നെ അദ്ദേഹം മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിം ആകുന്നു പറഞ്ഞു. വേറൊരു തെറ്റും അദ്ദേഹം ചെയ്തില്ല. അതുകൊണ്ട് വിസ്മരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും അത്ഭുതം ഉണ്ടാക്കുന്നതാണ്. ഇതുവരെ ഞാൻ അടിവരയിട്ടുകൊണ്ട് തന്നെ പറയട്ടെ, ഈ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്നൊരു പുസ്തകമുണ്ട്. ഒരു ശക്തമായ രചനയാണ്, ശക്തമായ രചന. ഈ സത്യാർത്ഥ പ്രകാശത്തിൽ 14 സമുല്ലാസങ്ങളാണ്, 14 അധ്യായങ്ങൾ. അദ്ദേഹം സമുല്ലാസം എന്നാണ് അതിന് പേരുള്ളത്. അതിൽ 14ാമത്തെ സമുല്ലാസം ഇസ്ലാമത ഖണ്ഡനമാണ്, ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ.
ഈ 14ാമത്തെ സമുല്ലാസത്തിന് ശക്തമായ മറുപടി നൽകപ്പെട്ട ഒരൊറ്റ ഗ്രന്ഥവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഈ സയ്യിദ് സനാഉൽ അമൃതസരിയുടെ ഹക്ക് പ്രകാശൻ എന്ന പുസ്തകമല്ലാതെ. അതോടൊപ്പം തന്നെ ക്രൈസ്തവ പാതിരിമാർ അന്ന് എങ്ങനെയായിരുന്നു അറിയാമോ? എല്ലായിടത്തും വന്നിട്ട് മുസ്ലിങ്ങളോട് സംവാദത്തിനുണ്ടോ എന്ന് വെല്ലുവിളിക്കായിരുന്നു. കാരണം മുസ്ലിം സമൂഹം ആദർശപരമായി ജീർണാവസ്ഥയിലായപ്പോ പരിശുദ്ധ ഖുർആനിനെ പ്രവാചകചര്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് ക്രൈസ്തവരോട് ശക്തമായി പോരാടുവാൻ, ആദർശപരമായി പോരാടുവാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ ഉപലബ്ധതയില്ലാതിരുന്ന സമയത്ത് അവർ ക്രൈസ്തവ പാതിരിമാർ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. വാദപ്രതിവാദത്തിന് സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവരുടെ മുന്നിൽ ഒരു കരടായി നിലകൊണ്ടിരുന്നത് സയ്യിദ് സനാഉൽ അമൃതസരി. അമൃതസരിയുടെ ശൈലിയെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയട്ടെ ഞാൻ. സയ്യിദ് സനാഉൽ അമൃതസരിയും ഒരു പാതിരിയും തമ്മിൽ ഒരു സംവാദം നടക്കും. പാതിരിയാണ് ചോദിക്കേണ്ടത്, ക്രൈസ്തവ പണ്ഡിതൻ. പണ്ഡിതൻ ചോദിച്ചു, ഇപ്പോൾ മുഹമ്മദ് നബി എവിടെയാണ്? സംവാദത്തിന്റെ കാര്യത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. സംവാദത്തിൽ എന്ന് പറഞ്ഞാൽ കേവലം പ്രമാണങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു അല്പയുക്തിയും അല്പം തർക്കശാസ്ത്രം എല്ലാം ഉണ്ടായാലാണ് സംവാദത്തിൽ നിലനിൽക്കാൻ കഴിയും. മുഹമ്മദ് നബി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കൃത്യവും. സയ്യിദ് സനാഉൽ അമൃതസരിക്ക് മനസ്സിലായി എങ്ങോട്ടാണ് പോകുന്നത്. സനാഉൽ അമൃതസരി മറുപടി പറഞ്ഞു, പടച്ചോന്റെ അടുത്താണ്, ദൈവത്തിന്റെ അടുത്താണ് മുഹമ്മദ് നബി. ശരി, മുഹമ്മദ് നബിയുമായി ദൈവത്തിന് ആശയവിനിമയം നടത്താൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. തീർച്ചയായും മുഹമ്മദ് നബിയുമായി ദൈവം ഉദ്ദേശിച്ചാൽ അവന് ആശയവിനിമയം നടത്താൻ ഒരു പ്രയാസമില്ല. അപ്പോൾ മുഹമ്മദിന്റെ പൗത്രന്മാരിൽ ഒരാൾ വളരെ ക്രൂരമായി യൂഫ്രട്ടീസിന്റെ തീരത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ടില്ലേ? അത് കർബലയാണ് ഉദ്ദേശിക്കുന്നത്. അതെ എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് മുഹമ്മദുമായി ആശയവിനിമയം നടത്താൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ദൈവത്തിനോട് മുഹമ്മദ് താൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന തന്റെ പൗത്രനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ ആണ് ചോദ്യം. താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തന്റെ പൗത്രനെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലേ? ഈ ചോദ്യത്തിന് തർക്കശാസ്ത്രപരമായി പറഞ്ഞാൽ എന്തുത്തരം പറഞ്ഞാലും പ്രയാസപ്പെടുന്ന രൂപമാണ്. അത് തർക്കശാസ്ത്രം പഠിക്കുമ്പോൾ വേറെ പഠിക്കേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് പോണില്ല. ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് അറിയുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരല്പം നേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, അതെ മുഹമ്മദ് നബി ചോദിച്ചു. എന്നിട്ട് ദൈവം എന്തു പറഞ്ഞു? ദൈവം എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യത്തിനും ഉത്തരം ഒരു ഇരുതല മൂർച്ചയുള്ള സാധനമാണ്. ദൈവം സഹായിക്കാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, സഹായിക്കൂല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് ക്രൈസ്തവരുടെ മുന്നിൽ. തീർച്ചയായും ഇത് ഒരു സംവാദത്തിന്റെ ശൈലി മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഞാൻ. ഈ സംവാദം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കൂട്ടർ നിശബ്ദമായാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയാലോ. ഒരല്പനേരം സയ്യിദ് സനാഉൽ അമൃതസരി നിശബ്ദനാകും. നിശബ്ദനായിട്ട് ഇങ്ങനെ നിന്നു. ഈ സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ജയാരവങ്ങൾ മുഴങ്ങാണ്. ഈ ജയാരവങ്ങൾക്ക് അവസാനം കുറിച്ചുകൊണ്ട് ഒരു നെടുവീർപ്പോടുകൂടി അദ്ദേഹം പറഞ്ഞു, ദൈവം പൊട്ടിക്കരഞ്ഞു. ദൈവം പൊട്ടിക്കരയുകയോ എന്നാണ് അടുത്ത ചോദ്യം. അതെ, ദൈവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ സ്വന്തം പുത്രൻ, എന്റെ ഏകജാതനായ പുത്രൻ കുരിശിൽ കിടന്ന് ഏലി ഏലി ലമ്മാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്തുകൊണ്ടാണ് എന്നെ കൈവിട്ടത് എന്ന് പൊട്ടിക്കരഞ്ഞ് ചോദിച്ചിട്ട് അവനെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണ് നിന്റെ പൗത്രനെ ഞാൻ രക്ഷിക്കാൻ വരുന്നതെന്ന് മറുപടി പറഞ്ഞു. ഇത് സയ്യിദ് സനാഉൽ അമൃതസരിയുടെ ശൈലി. സംവാദം പിന്നെ നടന്നിട്ടില്ല, പിന്നെ ഇത് തുടർന്നിട്ടില്ല. ഇത് ഈ സയ്യിദ് സനാഉൽ അമൃതസരി ഒരിക്കൽ ഒരു ക്രൈസ്തവ പാതിരി ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ക്രൈസ്തവ പാതിരി വെല്ലുവിളിക്കുകയാണ്, ആരെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും സംവാദത്തിനുണ്ടോ? ഈ സമയത്ത് കുറിയ സയ്യിദ് സനാഉൽ അമൃതസരി സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. അതെ, ഞാൻ തയ്യാറാണ്. ഉടനെ തന്നെ പാതിരി തന്റെ ലോഹയുടെ പോക്കറ്റിൽ നിന്ന് വലിയൊരു കടലാസ് കഷ്ണം എടുക്കുന്നു. എന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന 40 പണ്ഡിതന്മാർ ഒരേപോലെ ഒപ്പിട്ട ഒരു ഫത്വയാണ്. എന്താ? സയ്യിദ് സനാഉൽ അമൃതസരി കാഫറാണ്. അതാണ് ഫത്വ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചിട്ടില്ല, ഞാൻ മുസ്ലിങ്ങളെയാണ് വിളിച്ചത്. താങ്കളും ഞാനും ഒരേപോലെയാണ് ഈ മുസ്ലിങ്ങളുടെ മുന്നിൽ. താങ്കളും അമുസ്ലിമും ഞാനും അമുസ്ലിം. അമൃതസരി വിടുമോ? അമൃതസരി പറഞ്ഞു, അതെയോ അങ്ങനെയാണോ? ശരി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഞാൻ മുസ്ലിം ആയിരിക്കുന്നു, ഇനി നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ പറഞ്ഞത് ഈ തമാശ ആസ്വദിക്കാൻ വേണ്ടിയല്ല.
മറിച്ച് ഈ മഹാപണ്ഡിതനെ കാഫിറാക്കുക എന്നുള്ള ജോലിയായിരുന്നു അന്ന് പലപ്പോഴും നമ്മുടെ സമുദായത്തിനുണ്ടായിരുന്നത്. നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സയ്യിദ് സനാഉൽ അമൃതസരി അഹ്ലെ ഹദീസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. അദ്ദേഹമാണ് അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ. മുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് മുസ്ലിങ്ങളാകുമെന്ന് പറയാൻ വേണ്ടിയാണ് അഹ്ലെ ഹദീസ് പ്രസ്ഥാനം. കേരളത്തിലും ഇതേപോലെയുള്ള സാമൂഹ്യ അന്തരീക്ഷം, കേരളത്തിൽ അവിടെ ഒരു സയ്യിദ് സനാഉൽ അമൃതസരി ആയിരുന്നെങ്കിൽ ഇവിടെ ഏകദേശം അതേ കാലത്ത് തന്നെ സയ്യിദ് സനാഉൽ മക്തി തങ്ങൾ ഉണ്ടായി. സയ്യിദ് സനാഉൽ മക്തി തങ്ങൾ ഇതേപോലെ തന്നെ ക്രൈസ്തവ പാതിരിമാരോട് ശക്തമായി സംവാദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന, ശക്തമായി പുസ്തകം എഴുതിയിരുന്ന മഹാപുരുഷൻ.